പഴയ തലമുറ ആരോഗ്യവാന്മാരും പുതിയ തലമുറ പെട്ടെന്ന് രോഗികളാകുന്നവരും. ഇതിൻ്റെ സത്യമെന്ത്, മിഥ്യ എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. പല സന്ദർഭങ്ങളിലും സംഭാഷണത്തിൽ കടന്നു വരുന്ന ഒരു ചർച്ചാ വിഷയമാണിത്. പഴയ ആളുകളുടെയൊക്കെ ഒരു ആരോഗ്യവും ആയുസ്സും 90 വയസ്സായാലും കല്ലുപോലെ ഇരിക്കും. എന്നാൽ ഇന്നത്തെ ആളുകൾക്ക് 50 കഴിയുമ്പോഴേക്ക് ഷുഗറും പ്രഷറുമായി. കേൾക്കുന്നവർക്ക് പെട്ടെന്ന് ഇതിൽ സത്യമുണ്ടെന്ന് തോന്നും. കാരണം അവരുടെ ഓർമ്മയിൽ അപ്പോൾ തെളിയുക 80 പിന്നിട്ടിട്ടും പറമ്പിൽ പണിയെടുത്തിരുന്ന ആരോഗ്യദൃഢഗാത്രനായ ഒരു മുത്തച്ഛനെയോ ഒരു ക്ഷീണവും ഇല്ലാതിരുന്ന ഒരു മുത്തശ്ശിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന്റെ സുവർണകാലം പണ്ടായിരുന്നു എന്നും ഇന്നത്തെ ജീവിതം രോഗങ്ങൾ നിറഞ്ഞതാണെന്നും നമ്മൾ അറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്തെന്നാൽ ആ മുത്തശ്ശനും മുത്തശ്ശിയും സത്യത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ പ്രകൃതിയുടെ വലിയ ലോട്ടറി അടിച്ചവരായിരുന്നു എന്ന സത്യമാണ്. അവർക്ക് എത്ര സഹോദരങ്ങളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എന്നും 50 വയസ്സിന് മുകളിൽ അവരിൽ എത്ര പേർ ജീവിച്ചിരുന്നു എന്നും നമ്മൾക്കറിയില്ല. അതെ, അവരുടെ ചെറുപ്പകാലത്തെ കേരളത്തിലെ ശരാശരി ആയുസ് 35 മുതൽ 40 വരെ ആയിരുന്നു. ജനിച്ചു വീഴുന്ന കുട്ടികളിൽ പാതിയും മരിച്ചുപോയിരുന്നു. ക്ഷയവും കോളറയും വസൂരിയും അടക്കം ചികിത്സ കണ്ടെത്താത്ത രോഗങ്ങൾ പിടിപെടാതെ 10 വയസ്സെങ്കിലും പിന്നിടുക എന്നത് മഹാഭാഗ്യമായിരുന്നു. 1925 കേരളത്തിലെ ആദ്യത്തെ സെൻസസ്. അന്ന് കേരളത്തിന്റെ ശരാശരി ആയുർദൈർഘ്യം 25 വയസ്സായിരുന്നു. മികച്ച സൗകര്യങ്ങളും ഭക്ഷണവും ലഭിച്ചവർക്ക് പോലും ദീർഘായുസ് ഒരു ഭാഗ്യം മാത്രമായിരുന്നു. 30 പിന്നിടാതെ മരിച്ചുപോയ രാജാക്കന്മാർ പോലും നിരവധിയാണ്. കണക്കുകളൊന്ന് നോക്കാം. തിരുവിതാംകൂർ ഭരിച്ച രാജാക്കന്മാരുടെ ആയുസ് നോക്കിയാൽ മാർത്താണ്ഡവർമ്മ 53 വയസ്സ്, ബാലരാമവർമ്മ 28 വയസ്സ്, ഗൗരി ലക്ഷ്മിബായി 24 വയസ്സ്, ഗൗരി പാർവതിബായി 51 വയസ്സ്, സ്വാതി തിരുനാൾ 33 വയസ്സ്. രാജാക്കന്മാർ മാത്രമല്ല, ചരിത്രത്തിൽ ഇടം നേടിയ ചില പ്രമുഖ വ്യക്തികളുടെയും ജീവിത കാലയളവ് ഇത്രമാത്രമായിരുന്നു. ശ്രീ ശങ്കരാചാര്യർ 32 വയസ്സ്, സ്വാമി വിവേകാനന്ദൻ 39 വയസ്സ്. അന്നത്തെ കാലത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും അതിജീവനത്തിന്റെ ഒരു മത്സര പരീക്ഷ എഴുതുകയായിരുന്നു. രോഗങ്ങളെയും ക്ഷാമത്തെയും അപകടങ്ങളെയും ശക്തമായ രോഗപ്രതിരോധ ശേഷിയും ജനിതകപരമായ കരുത്തുമുള്ളവർ മാത്രം അതിജീവിച്ച് ദുർബലരായ ഭൂരിപക്ഷവും വീണുപോയതാണ് നമ്മുടെ പൂർവ്വകാല ചരിത്രം. അടുത്തതായി പുതിയ കാലത്തെ രോഗികളുടെ കാര്യം നോക്കാം. സത്യത്തിൽ ഇന്നത്തെ രോഗികൾ എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ കാണുന്ന രോഗികളായ പല പ്രായമായവരും പണ്ടായിരുന്നെങ്കിൽ ഭൂമുഖത്തുണ്ടാവില്ലായിരുന്നു എന്നത് തന്നെയാണ് സത്യം. എന്ന് വെച്ചാൽ 50-ാം വയസ്സിൽ വരേണ്ട ഹൃദയാഘാതത്തെ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സ കൊണ്ട് തടഞ്ഞു നിർത്തി 75 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ സ്വാഭാവികമായും ഒരു ഹൃദ്രോഗിയായിരിക്കും. അതുപോലെ ഇൻസുലിൻ ഇല്ലാതിരുന്നെങ്കിൽ 40 വയസ്സിൽ മരിച്ചു പോകുമായിരുന്ന ഒരാൾ ഇന്ന് 70 വയസ്സിലും ജീവിക്കുന്നു എങ്കിൽ അദ്ദേഹം ഒരു പ്രമേഹ രോഗിയാണ്. ഒരു കാലത്ത് മരണം സുനിശ്ചിതമായിരുന്ന ക്യാൻസറും കിഡ്നി രോഗങ്ങളും പകർച്ചവ്യാധികളും ആധുനിക ചികിത്സ കൊണ്ട് അതിജീവിച്ച നിരവധി പേർ ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് രോഗനിർണയത്തിലെ വിപ്ലവം. പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ ക്യാൻസർ ഉണ്ടായിരുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഉത്തരം തീർച്ചയായും ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ 1950-കൾക്ക് മുൻപ് അവയൊന്നും തിരിച്ചറിയാൻ സംവിധാനങ്ങളില്ലായിരുന്നു എന്നതായിരുന്നു സത്യം. പലരും വയറ്റിലെ അസുഖം കൊണ്ടോ ക്ഷയം കൊണ്ടോ മരണപ്പെടുമ്പോൾ യഥാർത്ഥ കാരണം അജ്ഞാതമായി തുടർന്നു. ഇന്ന് കണ്ടുപിടിക്കപ്പെടുന്ന ക്യാൻസറുകളിൽ ബഹുഭൂരിപക്ഷവും 60 വയസ്സിന് ശേഷമാണ് സംഭവിക്കുന്നത്. കാരണം അത്രയും കാലം ജീവിച്ചിരിക്കാനും ആ രോഗം കണ്ടെത്താനും വൈദ്യശാസ്ത്രം നമ്മളെ സഹായിക്കുന്നു. വൈദ്യശാസ്ത്രത്തിന്റെ ഈ വളർച്ചയ്ക്ക് മുൻപാണ് ജീവിച്ചിരുന്നതെങ്കിൽ ചെറുപ്പത്തിലെ മരണത്തിന് കീഴടങ്ങുമായിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുന്നുണ്ട്. തീർച്ചയായും പുതിയ കാലത്തിന്റെ ഭക്ഷണ രീതികളും വ്യായാമക്കുറവും ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പുതിയ രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. പക്ഷെ നമ്മുടെ ആരോഗ്യം മുൻ തലമുറയേക്കാൾ മോശമായി എന്ന നിഗമനം തെറ്റാണ്. ഒരു നൂറ്റാണ്ട് മുൻപ് വരെ 25-30 വയസ്സ് വരെ ആയുസ്സുണ്ടായിരുന്ന ഒരു ശരാശരി മലയാളിയുടെ ഇന്നത്തെ ശരാശരി ജീവിത ദൈർഘ്യം 76 വയസ്സാണ് എന്നത് നാം മറക്കരുത്. അതുകൊണ്ട് അടുത്ത തവണ പ്രായമായ മാതാപിതാക്കളുടെ മരുന്ന് പെട്ടി കാണുമ്പോൾ നിരാശപ്പെടേണ്ട. ഓരോ ഗുളികയും ഓർമ്മിപ്പിക്കുന്നത് പണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു ഈ ജീവൻ. ഇന്ന് ശാസ്ത്രത്തിന്റെ സഹായത്തോടെ നമ്മോടൊപ്പം അവർ തുടരുന്നു എന്ന്. ഇതിന് മറുപടി പറയേണ്ടത് നിങ്ങളാണ്. പഴയ തലമുറ ആരോഗ്യവും ആയുസ്സും ഉണ്ടായിരുന്നവരായിരുന്നു. പുതിയ തലമുറയിൽ രോഗികൾ കൂടുന്നു. ഇത് യാഥാർത്ഥ്യമോ മിഥ്യയോ?
കമന്റിൽ കുറിക്കുക. ലവ് യു ഓൾ, ബി ഹാപ്പി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.